everyone, welcome back to our English class. So, നോക്കും മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. സോ what is remaining here? ഇനി എന്താണ് നമുക്ക് ഇവിടെ റിമൈനിങ് ആയിട്ടുള്ളത്? യെസ്, to do the activities അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ഫൈൻഡ് ദി എക്സ്പ്രഷൻ. എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ? എന്താണ് ഇത് വായിച്ചാൽ ഒരു സെന്റൻസ് തന്നിട്ട് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇന്ന് ഫുൾ എന്താ എക്സ്പ്രഷൻസിന്റെ കാലാണ്. ഇതേപോലെ നമ്മൾ വാട്സപ്പും എന്തെടുത്ത് നോക്കിയാൽ എന്താണ് ഇന്ന് ഫുൾ ഇമോജീസ് ആണ്. ഫുൾ എന്താണ് ആങ്കർ മോഡ്, ലാഫിംഗ് മോഡ്, ഫണ്ണി തിങ്സ് അല്ലെ, മോക്കിംഗ്, എല്ലാത്തിന്റെ എന്തുണ്ട് എക്സ്പ്രഷൻ ചെയ്യുന്ന നമ്മുടെ ഇമോജീസ് അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ പാഠത്തില് read the story again, write down which dialogue fits the expressions given. നമ്മൾ എന്താ പറയുന്നത് ഇവിടെ? read the story again. നമ്മളോട് ഒരിക്കൽ കൂടി നമ്മുടെ കഥ വായിക്കാനാണ് പറയുന്നത്. നമ്മുടെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നുള്ള കഥ നിങ്ങളോട് ഒരിക്കൽ കൂടി വായിക്കാൻ പറഞ്ഞിട്ട് write down which dialogue, നിങ്ങൾ എഴുതണം ഏത് ഡയലോഗ് fits the expression given. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിന് മാച്ച് ചെയ്തിട്ട് വരുന്ന ഡയലോഗ്സ് ഏതാണ് നമ്മൾ എഴുതണം. നിങ്ങൾ എഴുതണം. നോക്ക്, ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന മാച്ചിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ? നോക്കി നിങ്ങൾ. Where did you get them from? നോക്ക്, where did you get them from ദീദി? അങ്ങനെ ചോദിച്ചാൽ എന്തായിരുന്നു? ഇത് മിസ് അന്ന് ശരിക്കും പഠിപ്പിച്ചതാണ് നമ്മുടെ ക്ലാസ്സിൽ. നമ്മള് where did you get this from? ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു എവിടെ നിന്നും കിട്ടി? where did you get this from ദീദി? ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഈ മാംഗോ കിട്ടിയത്? അപ്പൊ നമ്മൾ അന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്സൈറ്റി എക്സ്പ്രഷൻ. അതിശയത്തോട് കൂടിയാണ് എന്ത് ചെയ്തത് നമ്മുടെ ബോയ് ചോദിച്ചത്, ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് ദീദി എന്നുള്ളത്. നെക്സ്റ്റ് വൺ നോക്കിയേ. As he ate, he smiled a guilty smile at his sister. അത് കഴിക്കും അവൻ പല ഡയലോഗും അടിച്ചിട്ടുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് നമ്മുടെ ബോയ് എന്ത് ചെയ്തത് ഈ മാംഗോ കഴിച്ചത്. ആള് പല ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അമ്മയോട് ചീത്ത കേൾക്കൂല, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും മാങ്ങ എടുത്ത് കഴിക്കുമ്പോ ആൾക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. സോ ഹാപ്പിനെസ് ചോദിച്ചാൽ, ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന, സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കൊടുക്കാം, ഈ സെന്റൻസ് നമുക്ക് അവിടെ കൊടുക്കാം. നെക്സ്റ്റ് വൺ. But Ma will give it to me if I bring down the oil pot from the shell. അമ്മന്റെ അടുത്ത് എനിക്ക് നല്ല അടി കിട്ടും ഞാൻ എങ്ങാനായ ഓയിൽ സംഗതി എന്താണ് എടുത്തു കൊണ്ടുവന്ന. അമ്മ എന്നെ തല്ലും. എങ്ങനെയാവും പറഞ്ഞു? ചിരിച്ചോണ്ടായിരുന്നോ? എല്ലാ ദേഷ്യത്തിലായിരുന്നോ? എല്ലാ ഭയങ്കര ആങ്സൈറ്റിയോട് കൂടിയാണോ? എല്ലാ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം അവൻ പേടിച്ചാണ് എങ്ങോട്ട് പോയത്, കിച്ചണിലേക്ക് പോയത്. അപ്പൊ അവിടെ എന്തായിരിക്കും, ആള് പേടിയാണ്. പേടി നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫിയർ. അപ്പൊ ഫിയർ എന്നുള്ള നമുക്ക് എന്ത് എഴുതാം, ഈ സെന്റൻസ് എഴുതിക്കൂടെ നമുക്ക് എഴുതാലോ. അടുത്ത നോക്കിയേ. You little monkey, why don't you wipe your face clean? അവസാനം നമ്മൾ ചാപ്റ്ററിന്റെ അവസാനം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. നീ എന്താ മണ്ടാന്ന് വിളിക്കാനല്ലേ അവള്? മണ്ട, നിനക്ക് എന്താണ് ഈ മാങ്ങ കഴിച്ചു കഴിഞ്ഞാ അതൊന്ന് മുഖത്ത് തുടച്ചൂടെ എന്ന് ദേഷ്യത്തിൽ ആര് ചോദിക്കുന്നുണ്ട്? നമ്മുടെ ദീദി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ആങ്കർ എന്നുള്ള എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റാവുന്ന സെന്റൻസ് ഏതാണ്? You little monkey, why don't you wipe your face clean? ഇതെന്തിനു കൊടുക്കാം? ആങ്കറിന് കൊടുക്കാം. They are right up on the shell, I can't even reach it. ദീദി, അത് എവിടെയാണ്? ആ ഉപ്പും ഇതൊക്കെ വെച്ചത് എവിടെയാണ്? ഷെൽഫിന്റെ മേലെയാണ്. അത് എനിക്ക് എത്തൂല. അത് അവൻ എങ്ങനെ പറഞ്ഞത്? വിഷമത്തോട് കൂടിയാ പറഞ്ഞതല്ലേ, എനിക്കത് അതൊക്കെ ഇതിന്റെ മേലല്ലേ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ബോയ് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് എക്സ്പ്രഷനാ? ഇറ്റ് ഈസ് സാഡ്നെസ്. അപ്പോ നോക്ക് ഇവിടെ 1 2 3 4 5 എക്സ്പ്രഷൻസ് എന്തുണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫിയർ that we learn. Anger also we discussed. And the last one, it is the sadness. Okay, that also we learn, right? So this is the activity. Hope it is clear. Up next activity might I will be back soon. Thank you so much.